Hi, my dear students. +1 കെമിസ്ട്രി 5th ചാപ്റ്റർ തെർമോഡൈനമിക്സ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോർഷനിലേക്ക് നമുക്ക് പോകാം. അത് എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പാർട്ടാണ്. പഠിക്കാൻ പോകുന്നത് എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ആണ്. എൻതാൽപ്പി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊരു റിയാക്ഷൻ വന്നാലും അതിനെ തുടർന്നുണ്ടാവുന്നതാണ് എൻതാൽപ്പി. ഉണ്ടാവുന്ന റിയാക്ഷൻ ഏത് തരത്തിലാണോ ആ റിയാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് എൻതാൽപ്പിയുടെ പേരും മാറുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു കൺസെപ്റ്റാണ് കമ്പഷൻ എൻതാൽപ്പി. അതായത് ഒരു സബ്സ്റ്റൻസ് കമ്പഷൻ റിയാക്ഷന് പോകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിയാണ് കമ്പഷൻ എൻതാൽപ്പി. കമ്പഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് സബ്സ്റ്റൻസിനെ കത്തിക്കുമ്പോഴേക്കും അവിടെ എന്തൊക്കെയാണ്? ഓക്സിജൻ, അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത്? ഹീറ്റുണ്ട്, അതേപോലെ തന്നെ ലൈറ്റുണ്ട്. അപ്പോൾ ആ ഒരു റിയാക്ഷനെ തുടർന്ന് കമ്പഷൻ എന്ന പ്രോസസ്സ് നടക്കുന്ന റിയാക്ഷൻ, അതിനെ തുടർന്ന് എന്തെല്ലാമാണ് അവിടെ ഉണ്ടാകുന്നത്? ആ സബ്സ്റ്റൻസ് കത്തുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന റിയാക്ഷൻ, അതിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഹീറ്റുണ്ട്, പിന്നെ ഓക്സിജൻ്റെ എമൗണ്ട് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ലൈറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കമ്പഷന് വിധേയമാകുമ്പോഴുള്ള കെമിക്കൽ ചേഞ്ചാണ് കമ്പഷൻ എൻതാൽപ്പി. കമ്പഷൻ എൻതാൽപ്പി ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole സബ്സ്റ്റൻസ് undergo combustion. ഓക്കെ. മറ്റൊന്നാണ് ബോണ്ട് എൻതാൽപ്പി. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന എനർജി, അതാണ് ബോണ്ട് എൻതാൽപ്പി. ദാറ്റ് ഈസ് the enthalpy required to break 1 mole bond. ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് ആറ്റമാക്കാൻ വേണ്ട എനർജി, അതിൻ്റെ പേരാണ് ആറ്റമൈസേഷൻ എൻതാൽപ്പി. അതായത് എൻതാൽപ്പി റിക്വയർഡ് ടു കൺവേർട്ട് എ സബ്സ്റ്റൻസ് ടു ഇറ്റ്സ് ഗാസിയസ് ആറ്റംസ്. ഓക്കെ. നമ്മൾ C+O2, അപ്പോൾ അതെന്ത് വരും? CO2. അപ്പം ഇതിലുള്ള ഒരു എനർജി എങ്ങനെയാണെന്ന് നോക്ക്. അപ്പോൾ ഇവിടെ C+O2 ഗീവ്സ് CO2. അപ്പോൾ ഇവിടെ എനർജി എന്ത് ചെയ്യപ്പെടാം? അത് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്ന ആ ഒരു എനർജി, ആ ഒരു എൻതാൽപ്പി, അതാണ് ഇവിടുത്തെ കമ്പഷൻ എൻതാൽപ്പി എന്നതുകൊണ്ട് പറയുന്നത്. അതായത് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole സബ്സ്റ്റൻസ് അണ്ടർഗോൺ കമ്പഷൻ. ഓക്കെ. മറ്റൊന്ന് H2 ഗ്യാസ്, അതിനെ ബ്രേക്ക് ചെയ്ത് 2H ഗ്യാസ് ആക്കി എന്ന് വിചാരിക്കുക. ഇത് H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ അത് ഹൈഡ്രജൻ്റെ ആറ്റംസ് വേറെ വേറെ, ഒരു ഹൈഡ്രജൻ വേറെ ഒരു ഹൈഡ്രജൻ വേറെ എന്ന രീതിയിൽ അതിനെ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഫോമുല വരുന്നുണ്ടല്ലോ. അങ്ങനെ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് ആവശ്യം വരുന്ന എനർജി, അതാണ് ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഇവിടെ നടക്കുന്നത് H2 ബ്രാക്കറ്റിൽ G, അത് ഗ്യാസ് ആണെന്നുള്ളതാണ്. ദാറ്റ് ഗീവ്സ് 2HG എന്ന രീതി. അപ്പോൾ ഇവിടെ ആ 2H അതിനകത്തേക്ക് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. എച്ചിൻ്റെ ആ ഒരു മോളിക്യൂള് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിന് കൊടുക്കുന്ന ആ ഒരു എനർജി, അതാണ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ. ഇനി അടുത്തത് ആറ്റമൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ആറ്റമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാസിയസ് ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് വരണം. അപ്പോഴാണ് ആ ഒരു ആറ്റമൈസേഷൻ ഇവിടെ നടക്കുക, അല്ലെങ്കിൽ ആ ഒരു എൻതാൽപ്പി ഇവിടെ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ വരുന്ന മറ്റ് ചില എൻതാൽപ്പീസ് കൂടിയുണ്ട്. ഫ്യൂഷൻ എൻതാൽപ്പി, വേപ്പറൈസേഷൻ എൻതാൽപ്പി, ദെൻ സബ്ലിമേഷൻ എൻതാൽപ്പി, ഇങ്ങനെയുള്ളത്. ഇവിടെ വരുന്ന ആ ഒരു കൺസെപ്റ്റിൽ ഫ്യൂഷൻ എൻതാൽപ്പി 1 mole സോളിഡ്, അതിനെ ലിക്വിഡ് ആക്കാൻ വേണ്ട ആ ഒരു എനർജി. അതുപോലെ തന്നെ വേപ്പറൈസേഷൻ എൻതാൽപ്പി 1 mole ലിക്വിഡ്, അതിനെ ഗ്യാസ് ആക്കാൻ വേണ്ട എനർജിയാണ്. ദെൻ സബ്ലിമേഷൻ എൻതാൽപ്പി 1 mole സോളിഡിനെ ഗ്യാസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജി. ഓക്കെ.
മനസ്സിലാക്കേണ്ടത് എൻതാൽപ്പികൾ ഓരോന്നും അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ അനുസരിച്ചാണ് അവയുടെ പേര് മാറുന്നത് എന്നതാണ്. എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ H2O എന്ന് പറയുന്ന ഒരു സോളിഡ് ഉണ്ടെന്ന് കരുതുക. അതായത് സോളിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് ഐസ്. ഓക്കെ, ഐസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ആ ഐസിനെ നിങ്ങൾ H2O വാട്ടർ ഫോമിലേക്ക് വരുമ്പോൾ അത് ലിക്വിഡ് ആവുമല്ലേ, അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുമല്ലേ. H2O സോളിഡ് ആയിരുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഹീറ്റ് കൊടുത്തിട്ട് അതിനെ എന്താക്കി, അതിനെ ഐസാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ അവസ്ഥ മാറിയില്ലേ. ഐസ് കൊടുത്ത് പിന്നെ അത് ഇതിലേക്ക് മാറി, അപ്പോൾ വെള്ളമായി അല്ലേ, വാട്ടറായി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് നോക്കിക്കേ. ഉണ്ടാവുന്ന എൻതാൽപ്പി എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആദ്യം സോളിഡ് ലിക്വിഡായി. അപ്പോൾ അവിടെ ഒരു ഫ്യൂഷൻ നടക്കുകയാണ്. ആ ഫ്യൂഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ രൂപം സോളിഡിൽ നിന്ന് ലിക്വിഡ്, അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ലിക്വിഡിൽ നിന്ന് ഗ്യാസ്, ഈ രൂപത്തിലേക്ക് അത് ചേഞ്ച് ചെയ്യപ്പെടുന്ന അവസ്ഥ. തുടർന്ന് എൻതാൽപ്പിയുടെ ഓരോന്നിൻ്റെയും പേരും മാറുന്നു. അപ്പോൾ ഇവിടെ ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂഷൻ എൻതാൽപ്പി, അതുപോലെ തന്നെ വേപ്പറൈസേഷൻ എൻതാൽപ്പി, ദെൻ സബ്ലിമേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സോളിഡിൽ നിന്നും ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഓരോരോ സ്റ്റേറ്റ് ഓഫ് എൻതാൽപ്പി, അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത് എന്നത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായും പഠിക്കേണ്ട 2 പോയിന്റുകളുണ്ട്. അതൊന്ന് ഇതാണ്, റിയാക്ഷൻ എൻതാൽപ്പി, അതായത് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി എന്നും മറ്റൊന്ന് ഫോർമേഷൻ എൻതാൽപ്പി അഥവാ സ്റ്റാൻഡേർഡ് ഫോർമേഷൻ എൻതാൽപ്പി എന്നതുമാണ്. എന്താണ് റിയാക്ഷൻ എൻതാൽപ്പി? എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് എ റിയാക്ഷൻ ഇൻ വിച്ച് ആൾ ദ സബ്സ്റ്റൻസസ് ആർ ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, റിയാക്ഷൻ എൻതാൽപ്പിയുടെ സിമ്പിൾ നോക്കാം. ΔRH റിയാക്ഷൻ എൻതാൽപ്പി. അതായത് എൻതാൽപ്പിയുടെ സിമ്പിൾ ΔH. അപ്പോൾ ഇവിടെ റിയാക്ഷൻ എൻതാൽപ്പി വന്നപ്പോഴേക്കും ΔRH. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് ഇതുണ്ടെങ്കിലോ അവിടെ കൊടുക്കുന്നത് ΔRH0 എന്നാണ്. ഫോർമേഷൻ എൻതാൽപ്പിയുടെ സിമ്പിൾ ΔFH. അത് സ്റ്റാൻഡേർഡ് ആണെങ്കിലോ ΔFH0. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്നുള്ള ആ ഒരു ഇതിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി കമ്പഷൻ എൻതാൽപ്പി, അതിൻ്റെ സിമ്പിൾ ΔCH ആണ്. ബോണ്ട് എൻതാൽപ്പിയുടെ സിമ്പിൾ ബോണ്ട് H എന്നാണ് കൊടുക്കണം, BH അല്ല കേട്ടോ. മറ്റൊന്നുണ്ട് ലാറ്റിസ് എൻതാൽപ്പി, അതിൻ്റെ സിമ്പിൾ LS അല്ല കേട്ടോ. എന്താണത്? ലാറ്റിസ് H എന്നാണ്. ഓരോന്നിൻ്റെ ഈ സിമ്പിൾ എന്താണെന്നുള്ളത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ആറ്റമൈസേഷൻ എൻതാൽപ്പിയുടെ സിമ്പിൾ ΔAH. ഫ്യൂഷൻ എൻതാൽപ്പി, അതിന് കൊടുക്കുന്ന സിമ്പിൾ ΔFuse H എന്നാണ്. വേപ്പറൈസേഷൻ എൻതാൽപ്പി, അതിന് കൊടുക്കുന്ന സിമ്പിൾ ΔVAP എന്നാണ്. സപ്ലിമെന്റേഷൻ എൻതാൽപ്പി, അതിന് കൊടുക്കുന്ന സിമ്പിൾ ΔSubH. തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, ഏതൊരു റിയാക്ഷൻ നടക്കുന്നുവോ ആ റിയാക്ഷൻ അനുസരിച്ചാണ് ഈ എൻതാൽപ്പിയുടെ പേര് മാറുന്നത് എന്നത് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ΔRHനെ കുറിച്ചാണ്. ഏത് റിയാക്ഷനെയും ജനറലി വിളിക്കാവുന്ന ഒരു പേരാണ് റിയാക്ഷൻ എൻതാൽപ്പി, ΔRH. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഏത് റിയാക്ഷനെയും ജനറലി നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ് ΔRH എന്നതുകൊണ്ട്. ഓരോ റിയാക്ഷനും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുമ്പോൾ അതിൻ്റെതായ പേര് പറയാം. പക്ഷെ ജനറലി നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നത്? ΔRH. ഇത് റിയാക്ഷൻ എൻതാൽപ്പി. ഫോർ എക്സാമ്പിൾ, N2 + 3H2 gives 2NH3. ഇതൊരു റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് നോക്കുക. ജനറലായിട്ട് ΔH നമ്മൾ പറയുന്നു, അവിടെ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ -92 എന്ന് നാം ഒന്ന് അസ്യൂം ചെയ്താൽ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നടക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് നടക്കുമ്പോഴേക്കും അതിലൂടെ പുറത്തു വന്ന ഹീറ്റ്, ആ ഹീറ്റ് എത്രയാണ്? -92 എന്നല്ലേ നാം ഈ പറയുന്ന അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ പുറത്തു വന്ന ഹീറ്റ്, അതിനെ ബേസ് ചെയ്താണ് ഇവിടെ പറയുന്നത് റിയാക്ഷൻ എൻതാൽപ്പി. അപ്പോൾ ഇത് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ റിയാക്ഷൻ ഇവിടെ നടന്നപ്പോൾ പുറത്തു വന്ന ഹീറ്റ്.
ദാറ്റ് ഈസ് റിയാക്ഷൻ എൻതാൽപ്പി ഇൻ ജനറൽ. അടുത്തത് ഫോർമേഷൻ എൻതാൽപ്പിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ക്ലാസ് സെഷനിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സെഷനിലെ ഫോർമേഷൻ എൻതാൽപ്പിക്ക് മുൻപ് വരെയുള്ള ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട എൻതാൽപ്പീസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ്, അതിൻ്റെ സിമ്പൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേക ശ്രദ്ധാപൂർവം വാച്ച് ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.